ആശുപത്രികളിൽ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് തൽക്കാലം നടപ്പാക്കരുതെന്ന് സുപ്രീംകോടതി. സ്വകാര്യ ആശുപത്രികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഇടപെടൽ. സംസ്ഥാന ആരോഗ്യ വകുപ്പിനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വിവരങ്ങൾ. ആശുപത്രികളിൽ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് തൽക്കാലം നടപ്പാക്കരുതെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, എന്ത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? നിലവിൽ സ്വകാര്യ ആശുപത്രികൾ നൽകിയിട്ടുള്ള ഹർജിയിന്മേലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നവംബറിലാണ് ആശുപത്രികളുടെ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. എല്ലാ ആശുപത്രികളിലും അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കുന്നതിനും അവരെ സുരക്ഷിതമാക്കുന്നതിനും ചില നിർദ്ദേശങ്ങളും ഹൈക്കോടതി ആ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ ലഭ്യമായ സേവനങ്ങളും അതിന്റെ നിരക്കും ഉൾപ്പെടെ ആശുപത്രിക്ക് മുൻപിലും ഒപ്പം വെബ്സൈറ്റിലും ഇംഗ്ലീഷിലും മലയാളത്തിലും വ്യക്തമായി പ്രദർശിപ്പിക്കണം. കൂടാതെ ഡോക്ടർമാരുടെ വിവരങ്ങൾ, രോഗികളുടെ അവകാശങ്ങൾ, പരാതി നൽകാനുള്ള സംവിധാനങ്ങൾ ഇവയെല്ലാം തന്നെ പ്രദർശിപ്പിക്കണം എന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ നൽകിയിട്ടുള്ള ഹർജിയിന്മേലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടുകയും ഇത് താൽക്കാലികമായി നടപ്പാക്കരുത് എന്ന തീരുമാനം സുപ്രീം കോടതി എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അന്തിമ വിധിയിൽ എന്ത് തീരുമാനം സുപ്രീം കോടതി എടുക്കും എന്നുള്ളത് നോക്കേണ്ടതാണ്. നിലവിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്ത് വിശദീകരണം, ഒപ്പം ആർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിക്കും എന്നുള്ളതെല്ലാം അനുസരിച്ചിരിക്കും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി. ഏതായാലും നിലവിൽ ആശുപത്രികളിൽ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് തൽക്കാലം നടപ്പാക്കരുത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ശരി ജിഷ്ണു.